അപ്പോൾ ഗുഡ് ഈവനിങ് എവരിവൺ. ഒന്നും കൂടെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ ഈ സെഷനിൽ കയറാൻ കാണിച്ച മനസ്സിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്ന് നമ്മൾ സാധാരണ ചോദിക്കുമ്പോൾ തന്നെ ഒന്നും കൂടെ ചോദിക്കുകയാണ്. ഓരോരുത്തർ സ്പേസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, ഷിനാബായ്. പിന്നെ ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്ന് ഒന്ന് കമന്റ് ചെയ്യോ? ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കുറച്ച് ആൾക്കാരെ അറിയുന്ന പേരുകൾ കാണുന്നുണ്ട്. സൂറ മാം, ഇലിയാസ്ക, സ്പേസ് കോഴിക്കോട്, എല്ലാവരും അറിയേണ്ട ആളാട്ടത്. അതാണ് ഷിനാബായ്. ഷിനാബ് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. ഒരു എന്താണ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഏജൻസിയാണ്. കോഴിക്കോടാണ് ഓഫീസ്. അതിന്റെ ഓണറാണ് ഷിനാബായ്, നമ്മളെ ദോസ്താണ്. പിന്നെ ആയിഷ കാലിക്കറ്റ്, ഖദീജ കാലിക്കറ്റ്, ഫാത്തിമ സൂറ കാസർഗോഡ്, മുഹമ്മദ് ഷഫീഖ് നീലഗിരി. നമ്മുടെ ഷഫീഖ് ഭായ് കഴിഞ്ഞ ഫസ്റ്റിന് വന്ന ഷഫീഖ് ഭായ്. നജീബ് മലപ്പുറം, ജസീല മലപ്പുറം, ഇലിയാസ്ക മലപ്പുറം, ഷംന ട്രിവാൻഡ്രം. ഇത് ഷംന നമ്മളുടെ മെന്ററിങ് അറ്റൻഡ് ചെയ്യുന്ന ഷംന മാം ആണത്? ഷമീല മാം ഒക്കെ ഉണ്ടല്ലോ. സന മലപ്പുറം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും നമ്മൾ എല്ലാ സെഷനും തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് പറയാറുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യോ. ഞാൻ ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ വരുന്നതുകൊണ്ട് എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്തതാണ്. ഇത് കഴിഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്യൂട്ടോ എല്ലാവരെയും. ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പൊതുവെ ഒരു സെഷൻ തുടങ്ങുന്ന സമയത്ത് പറയാറെന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? 3 കാര്യങ്ങൾ പറയാറുണ്ട്. എനിവൺ? ഷമീല മാം എങ്കിലും. വീഡിയോ മോഡ് വരിക. അതൊരു ശരിയാണ്, അതൊരു പോയിന്റാണ്. വീഡിയോ എല്ലാരും ഒന്ന് വീഡിയോ മോഡിൽ വരിക. ആലമൻ പറയുന്നുണ്ട് എം ടി കപ്പ് ആയിരിക്കുക. നജീബ് ഒക്കെ പറയുന്നുണ്ട് എം ടി കപ്പ് ആയിരിക്കുക. എം ടി കപ്പ് ചൈൽഡ് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും അതേപോലെ തന്നെ നമ്മൾ ഒന്നും കൂടെ പറയാണ്, ഒരു ചെറിയ കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോട് കൂടി ഇരിക്കാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, അതും കൂടെ ഒന്ന് ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. അതേപോലെ ബി എ ഹ്യൂമൺ, ഇവിടെ താഴെ പറയുന്നുണ്ട് ബി എ ഹ്യൂമൺ. മീൻസ് ഒരു മനുഷ്യനായിട്ടിരിക്കുക. അത് മീൻസ് മറ്റുള്ളവർ പറയുന്നത് ഞാൻ മാത്രമല്ല, ഇവിടെ മറ്റുള്ളവർ സംസാരിക്കല്ലോ, അവരുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ ആ സമയത്ത് ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്നതിന് പകരം റിസീവിങ് മോഡിൽ ഇരിക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ബി എൻ എം ടി കപ്പ് എന്ന് പറയുന്നത്. എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫുൾ കപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു എന്തെങ്കിലും ഒരു വെള്ളം എന്തെങ്കിലും ഒഴിക്കാൻ അതിലേക്ക് പറ്റില്ല. അതേപോലെ അതൊക്കെ ഒന്ന് കാലിയാക്കി ഇരിക്കാൻ ശ്രമിക്കാം. ഞാൻ ഇതൊന്ന് എടുത്തു നോക്കട്ടെ. ഹാദിഹാനി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വാങ്ങിയത്. അതിൽ പറയുന്നത് അറിയോ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംറിഹി യുസ്ര. വല്ലവനും അള്ളാഹുവെ സൂക്ഷിക്കുന്ന പക്ഷം അവന്റെ കാര്യത്തിൽ അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മൾ എന്നാൽ എല്ലാവരും ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്താലോ? റെഡിയാണോ? ഒരു ചിന്ന മെഡിറ്റേഷൻ റെഡി ആയിട്ടുള്ളവർ ഒന്ന് താഴെ മെൻഷൻ താഴെ ഒന്ന് ജസ്റ്റ് ഒരു യെസ്ന്നോ ഹാൻഡ് റൈസോ എന്തെങ്കിലും ചെയ്യാം. ഇലിയാസ്ക യെസ്, നജീബായ് ഓക്കെ. ഓക്കെ, ജസ്റ്റ് എല്ലാരും ഒന്ന് ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ചിരിക്കുക കേട്ടോ. എങ്ങനെ അതിങ്ങനെ മുകളിലേക്ക് പൊക്കിയണം എന്നല്ല, ജസ്റ്റ് ചാരി ഇരുന്നാൽ മതി. ഏറ്റവും റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ചെറിയൊരു മെഡിറ്റേഷൻ, ചെറിയൊരു മ്യൂസിക് പ്ലേ ചെയ്യാം. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം.
മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുക്കാവും. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe in, hold on, and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. ഓരോ തവണയും ശ്വാസം ഉള്ളോട്ടെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരം ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഓരോ തവണയും ശ്വാസം ഉള്ളിലോട്ടെടുക്കുമ്പോൾ ഒരു സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ ശരീരമാകെ വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ അവയവങ്ങളിലും ശരീരകോശങ്ങളിലും അത് അനുഭവപ്പെടുന്നുണ്ട്. ആ വെളിച്ചം അനുഭവപ്പെടുന്നു. ഓരോ തവണയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാവിധ ദുഷിച്ച ചിന്തകളും നെഗറ്റീവ് എനർജിയും ദുരനുഭവങ്ങളും മറ്റുള്ളവരോടുള്ള ദേഷ്യവും വെറുപ്പും റിവെഞ്ചും തുടങ്ങിയ എല്ലാവിധ നെഗറ്റീവ് ഇമോഷൻസും നിങ്ങളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പുറത്തുവരികയാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന ആദ്യമായി ഇന്ന് നിങ്ങൾ കിടന്നുറങ്ങി എഴുന്നേറ്റ നിങ്ങളുടെ ബെഡിന് നന്ദി പറയുക. ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ നിങ്ങളുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും പൂർവാധികം ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവസാനമായി കണ്ട കാഴ്ച ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കാണാനുള്ള കഴിവിന് നന്ദി പറയുക. നിങ്ങളുടെ കേൾക്കാനുള്ള കഴിവിന് നന്ദി പറയുക. നിങ്ങളുടെ ശ്വസിക്കാനുള്ള സ്മെൽ ചെയ്യാനുള്ള കഴിവിനും നന്ദി പറയുക. രുചിക്കാനുള്ള കഴിവിന് നന്ദി പറയുക. അവസാനമായി നിങ്ങൾ ഭക്ഷണത്തിന്റെ രുചി വായിലുണ്ടാവും. ആ രുചി ഒന്ന് ഓർത്തെടുക്കുക. കഴിച്ച ഭക്ഷണം ഒന്ന് ഓർത്തെടുക്കുക. ഓരോ കാര്യങ്ങളും തൊട്ടു മനസ്സിലാക്കാനുള്ള കഴിവിന് നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ തലച്ചോറ്, ഹൃദയം, കിഡ്നി, ലിവർ, നിങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾ, സ്പൈനൽ കോഡ്, നട്ടെല്ല്, വൻകുടൽ, ചെറുകുടൽ, ശ്വാസകോശം, നിങ്ങളുടെ ശരീരത്തിലെ രക്തഞരമ്പുകൾ,
ആ ഞരമ്പുകളിലൂടെ ഓരോ നിമിഷവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന 6 ലിറ്ററോളമുള്ള രക്തം ഒരു ലക്ഷം കിലോമീറ്റർ ദൈർഘ്യമുള്ള നിങ്ങളുടെ ഞരമ്പുകൾ 25 ലക്ഷം TB പവറുള്ള നിങ്ങളുടെ തലച്ചോർ അങ്ങനെ തുടങ്ങി പാൻക്രിയാസ്, നിങ്ങളുടെ കൈകളും കാലുകളും തുടങ്ങിയ എല്ലാ അവയവങ്ങൾക്കും ആന്തരികാവയവങ്ങൾക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയുന്നു. ഒരു പിഞ്ചു കുഞ്ഞായ സമയം മുതൽ നിങ്ങളെ കാലം വരെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് നിങ്ങളെ ശുശ്രൂഷിച്ച ഭക്ഷണം, വിദ്യാഭ്യാസം നേടി, ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്തത് തുടങ്ങിയ ഓരോത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബക്കാർ, നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, സഹോദരി, സഹോദരന്മാർ, എല്ലാ കുടുംബക്കാർക്കും നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിലെ കൂട്ടുകാർക്ക് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ വിദ്യ അഭ്യസിപ്പിച്ച ഒരുപാട് ടീച്ചർമാരുണ്ട്. ആ ടീച്ചർമാർ നിങ്ങൾ ഇതുവരെ ചെയ്ത ജോലികൾ, ബിസിനസ്സുകൾ, എല്ലാത്തിനും നന്ദി പറയുക. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ ബിസിനസ് ചെയ്യുന്ന പാർട്ട്നേഴ്സ്, അവർക്ക് നന്ദി അറിയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റും. ആ യാത്രകൾ കുടുംബത്തോടൊപ്പം ചെറുതും വലുതുമായ ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ യാത്രകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും നന്ദി പറയുക. പല മനുഷ്യരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. ആ നല്ല മനുഷ്യന്മാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഓരോ ചെറിയ കാര്യങ്ങളും, ശ്വാസമെടുത്ത്, ഭക്ഷണം, വീട്, നമ്മുടെ വീട്ടിലെ വാഹനങ്ങൾ തുടങ്ങിയ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ മനസ്സിൽ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ സ്വപ്നമാണെന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കാത്തതിന് നിങ്ങളുടെ സൃഷ്ടാവിനോട് പാപമോചനം തേടുക, ഫോർഗിവ്നെസ് ചോദിക്കുക. കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഹൃദയത്തിൽ കൈവച്ച് കൃതജ്ഞത അറിയിക്കും. നിങ്ങൾ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ചെറുപുഞ്ചിരിയോടെ കൈകൾ രണ്ടും കൂട്ടിത്തിരുന്ന് മുഖത്ത് വെച്ച് ചെറുപുഞ്ചിരിയോടെ കണ്ടെത്തുന്നു.
ഓക്കെ, എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ടാവും വിചാരിക്കും. നമ്മൾ ചെറിയൊരു മെഡിറ്റേഷൻ, ചെറിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്താണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെഡിറ്റേഷൻ ആയതുകൊണ്ടാണ് അധിക സെഷനിൽ ഇത് തന്നെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുമോ? ഇഫ് പോസിബിൾ പ്ലീസ്. ആരെങ്കിലും ഒരാളെങ്കിലും. ഷെഫീഖ് ഭായ്, അതായത് ഹാദി, നമ്മളെ യു എയിലുള്ള ഹാദി ബ്രോ ആണോ? നജീബ് സാർ, താങ്ക് യു. ഇത് നമ്മളെ ഫസ്റ്റിന് നജീബ് സാറാ അല്ലേ? ഓക്കെ, താങ്ക് യു സാറേ. ബാക്കിയുള്ളവരും കൂടെ, കുറച്ച് ആൾക്കാരും കൂടെ ഒന്ന് വീഡിയോ മോഡിൽ വന്നാൽ വിൽ ബി ഹാപ്പി പ്ലീസ്. ഇറ്റ്സ് എ കൈൻഡ് റിക്വസ്റ്റ്. ആരെങ്കിലും. ഇല്യാസ് ഖാൻ വന്നിരിക്കുന്നത്, നമ്മളെ സ്വന്തം കോച്ച് ഇല്യാസ് ഖാൻ. താങ്ക് യു. ഓക്കെ, ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്തായിരുന്നു അറിയോ? സന്തോഷത്തിന്റെ രഹസ്യം എന്നാണ്. ഇല്യാസ് ഖാൻ, നിങ്ങൾ ഉറങ്ങുന്നോടത്ത് എണീച്ചു വരികയാണ്, അല്ല എന്തോ സുഖല്ലേ? പനിക്കുന്ന കണ്ടോ? കണ്ണിനെന്തോ സുഖല്ലേ? സൗണ്ട് കേൾക്കില്ല. ഷമീല മാം വന്നിട്ടുണ്ട്. താങ്ക് യു ഷമീല മാം, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. എല്ലാ പ്രാവശ്യവും പറയുമ്പോൾ മാം കണ്ണിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഷമീല മാം താങ്ക് യു. ലിയാസ്ക താങ്ക് യു. നജീബ് സാർ താങ്ക് യു. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് സന്തോഷത്തിന്റെ രഹസ്യം എന്നാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരാള് എങ്ങനെയാണ് മനുഷ്യന്മാര് സന്തോഷിക്കാറ്, ഹാപ്പിനെസ് കണ്ടെത്താറ് എങ്ങനെയാണ്? ആർക്കെങ്കിലും ഒരാൾക്ക്, ഒന്നോ രണ്ടോ ആൾക്കാർക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ? തസ്രീഫ മാം പറഞ്ഞോളൂ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തേ കണ്ടിരുന്നു. എങ്ങനെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താം ആയിരുന്നു ക്വസ്റ്റ്യൻ. ആർക്കും സന്തോഷം കണ്ടെത്താം? ഞങ്ങൾക്ക് അറിയാം അതൊക്കെയെന്നാ, നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്നാ. ആയിക്കോട്ടെ, ഏതാണ് നമുക്ക് ചെറിയൊരു കഥ പറയാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വിചാരിക്കുന്നു. നിങ്ങൾ കേട്ട കഥയൊന്നല്ലായിരിക്കും. വേറൊന്നുമല്ല, ഒരിക്കലൊരു അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. രാകേഷ് എന്ന പേര്. ഞാൻ ജസ്റ്റ് ഒരു അസംഷൻ ഇട്ടതാട്ടോ, രാകേഷിനോ മാജിദിനോ എന്ത് വേണേ കൊടുക്കാം. അപ്പൊ അവരൊരു ഇന്റർവ്യൂക്ക് പോവാണ്. നല്ല അത്യാവശ്യം നല്ല ഹൈപ്പെയ്ഡ് ആയിട്ടുള്ള, നല്ല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു മാനേജർ പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ഇന്റർവ്യൂക്ക് എത്തിയ സമയത്ത് ആള് ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂ അവർ പാസ്സായി, അത് നല്ല രീതിയിൽ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത്. സെക്കൻഡ് ലെവലിൽ ഡയറക്ടർ തന്നെയാണ്, കമ്പനിയുടെ ഡയറക്ടറാണ് ഡയറക്റ്റ്ലി ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോ ഡയറക്ടറുടെ അടുത്തേക്ക് ഇന്റർവ്യൂക്ക് ചെന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച്, പേര്, കാര്യങ്ങൾ, ഡീറ്റെയിൽ. അപ്പോൾ ഡയറക്ടറുടെ CV കണ്ട സമയത്ത് തന്നെ, ഇവര് സംസാരിക്കുന്നത് കേട്ട സമയത്ത് തന്നെ അത്യാവശ്യം ക്വാളിഫൈഡ് ആണ് ആളെന്നുള്ള മനസ്സിലായി. പക്ഷെ അവർ വിചാരിച്ചൊന്ന് ഇവരുടെ പേഴ്സണാലിറ്റിനെ കുറിച്ചും ഇവരുടെ ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ ഒരു ഐഡിയ ഉണ്ടാക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ ഓരോ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചോദിച്ച സമയത്താണ് മനസ്സിലായത് എന്താണ് അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അച്ഛൻ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്താ ചെയ്യുന്ന വെച്ചും പറഞ്ഞു, അമ്മ അലക്കുന്ന ഒരു കമ്പനിയിൽ അലക്കൽ വർക്കാണ്. കുറച്ച് പഴയ കാലത്താട്ടോ, ഇപ്പം വാഷിംഗ് മെഷീൻ എന്നുള്ള കാലത്തല്ല, കുറച്ച് പഴയ കാലത്താണ്. അപ്പോ അലക്കി കൊടുത്തിട്ട് പൈസ വാങ്ങാറാണ് ഓരോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഇപ്പം ഡയറക്ടർ ചോദിച്ച് നിങ്ങളെ കൈ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. കൈ ഒന്ന് കാണിച്ചു തരുമോ, ഒന്ന് കൈ ഒന്ന് നോക്കട്ടെ നമ്മൾ. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പൊ നല്ല ലോലമായിട്ടുള്ള ഒരു, എങ്ങനെ ഹാർഷ്നെസ് ഒന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൈയായിരുന്നു ആ മാനേജർ, ആ ഇന്റർവ്യൂക്ക് വന്ന ആളത്. അപ്പോ ഈ ഡയറക്ടർ ചോദിച്ച് നിങ്ങളെ അമ്മനെ സഹായിച്ചു കൊടുക്കാറൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പൊ അവര് പറയുന്നുണ്ട്, മാനേജർ രാകേഷ് എന്ന ആൾ പറയുന്നുണ്ട്, ഇല്ല അമ്മ എന്നെ വർക്ക് ചെയ്യാൻ സമ്മതിക്കാറില്ല, എന്നോട്
ഫുൾ ടൈം പഠിക്കാൻ പറയാറുണ്ട്. അപ്പൊ ഞാൻ അധികം അതിലേക്ക് ഇപ്പോഴും ജോലി തുടങ്ങിയ സമയത്ത് ഞാൻ അതിലേക്ക് അധികം നിൽക്കാറില്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ ഡയറക്ടർ ഒറ്റൊരു കാര്യം മാത്രം പറയും, എന്താ വെച്ചാല് നാളെ ഒന്നും കൂടി ഓഫീസിലേക്ക് വരണം. അപ്പം ഫസ്റ്റ് ലെവൽ പാസ്ഡ് ആണ്, സെക്കൻഡ് ലെവലിലേക്കുള്ള ഒരു സ്ക്രൂട്ടിനി എന്നുള്ള രീതിയിൽ രണ്ടാമത് ഒന്നും കൂടെ വരണം. പക്ഷെ ഇന്ന് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം, അമ്മന്റെ കൈ ഒന്ന് കഴുകി കൊടുക്കണം എന്ന് പറയും. അപ്പൊ എനിക്ക് മനസ്സിലായിണ്ടാവും ഇതിനയക്കുന്നത്. അപ്പൊ അമ്മന്റെ കൈ ഒന്ന് കഴുകി കൊടുക്കണം എന്ന് പറയും. അപ്പൊ ഇതിപ്പം പറഞ്ഞ രീതിയിലും ഏതായാലും സെലക്ടഡ് ആയല്ലോ, അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ മേലിൽ വീട്ടിൽ ചെല്ലും. അപ്പം അമ്മ അപ്പോഴും അമ്മ അലക്കായിരിക്കും വീടിന്റെ അടുത്തുള്ള ഇവരെ ഈ ഏരിയന്ന് വർക്ക് ചെയ്യുന്ന ഏരിയന്ന്. അപ്പോ അവിടെ ചെന്നിട്ട് അങ്ങനെ അമ്മനോട് കുറച്ചു നേരം ഇങ്ങനെ സംസാരിക്കും. എന്നിട്ട് അമ്മനോട് പറയാ, അമ്മന്റെ കൈ ഒന്ന് കഴുകി തരാൻ എനിക്ക് ചെറിയൊരു അസൈൻമെന്റ് പോലെ ചെറിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. ഓ അതിനെന്താ, ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ കൈ ഇങ്ങനെ നീട്ടി കൊടുക്കും. കൈ നീട്ടി കൊടുക്കുന്ന സമയത്താണ് ഈ മകൻ കാണുന്നത്, വർഷങ്ങളായിട്ട് അലക്കി അലക്കി പല ഹാർഷ്നെസ് ഉള്ള ഡ്രസ്സും ഉണ്ടാവുമല്ലോ, അതൊക്കെ പിടിച്ച് ഇങ്ങനെ അലക്കി 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 അമ്മന്റെ കയ്യിൽ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് കീറലൊക്കെ ഉണ്ട്. മീൻസ് തയമ്പിച്ചിട്ട് തയമ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ കൈ കഴുകി കൊടുക്കാൻ നോക്കാൻ വേണ്ടി അമ്മന്റെ കൈ ഒന്ന് തുറന്നു നോക്കിയ സമയത്താണ് മകൻ മനസ്സിലാക്കുന്നത് എൻ്റെ അമ്മ അവന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ. ദാറ്റ് മീൻസ് ഇത്രയും കഷ്ടപ്പെട്ട് ആ വേദന, ദാറ്റ് മീൻസ് ആ നമ്മള് തഴമ്പെടുത്തിട്ട് പൊട്ടിക്കഴിഞ്ഞാല് അത് ഭയങ്കര പെയിൻ ആയിരിക്കും പിന്നീട് വെള്ളം നനയ്ക്കുന്ന സമയത്തൊക്കെ. അപ്പൊ അങ്ങനെ അത്രയും പെയിൻ അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോഴും ആ അമ്മ അലക്കിയിട്ട് ഇപ്പോഴും പണം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാകുന്ന സമയത്ത് ആ ആ മാനേജർ, ആ രാകേഷ് എന്ന ആളുടെ കണ്ണിന്ന് ഇങ്ങനെ കണ്ണീരൊലിക്കാറുള്ളത്. മീൻസ് ഭയങ്കര ആള് വിചാരിക്കും ഇത്രയും കാലം ഞാൻ ഇതൊന്ന് കണ്ടറിഞ്ഞ് നമുക്ക് എപ്പോഴെങ്കിലും ഞാൻ ഫ്രീ ഉള്ള സമയത്തൊന്ന് സഹായിച്ചു പോലും ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. അപ്പം സ്വന്തം ചെയ്ത ആ ഒരു റിഗ്രറ്റ് ഫീൽ ഉണ്ടല്ലോ ഇത് ചെയ്യാത്തതിന്റെ, ആ ഒരു റിഗ്രറ്റ് ഫീൽ കൊണ്ട് ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വെച്ച് ഒരുപാട് സമയം അമ്മനോട് സംസാരിക്കുക, അമ്മനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യും. ആൾക്ക് ഭയങ്കര എന്തോ ഒരു എന്താ പറയാ, മനസ്സിന് ഭയങ്കര ഒരു കുളിർമ കിട്ടും. അമ്മയായിട്ട് കുറച്ചും കൂടെ കണക്ട് ആയ പോലെ തോന്നും. അന്ന് അവിടെ ബാക്കി ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ആ മകനെ അലക്കി കൊടുക്കും. അപ്പൊ എന്നിട്ട് നെക്സ്റ്റ് ഡേ ആ ഡയറക്ടറിന്റെ അടുത്തേക്ക് വീണ്ടും സെക്കൻഡ് ലെവൽ ഇന്റർവ്യൂക്ക് വേണ്ടി പോവാണ്. അപ്പൊ ഇന്റർവ്യൂക്ക് വേണ്ടി പോകുന്ന സമയത്ത് ആ ഡയറക്ടർ ചോദിക്കും, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഞാൻ ചെയ്തിരുന്നു സാറേ. ഞാന് അമ്മന്റെ കൈ കഴുകി കൊടുക്കാൻ വേണ്ടി തുറന്ന സമയത്താണ് അമ്മന്റെ കൈമേലുള്ള അത്രയും വേദന സഹിച്ചോണ്ടാണ് അത് ഒരുപാട് വർഷങ്ങളോളം ചെയ്ത് കൈയൊക്കെ തഴമ്പെടുത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത്. അപ്പൊ ഞാൻ കുറച്ചു നേരം അമ്മനെ സഹായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത്. അപ്പം ഡയറക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കും എൻ്റെ കമ്പനിയിലും ആവശ്യം ഒരു മാനേജറെ മാത്രമല്ല, ഒരു മാനേജർ അല്ലെങ്കിൽ കുറെ ആൾക്കാരെ നോക്കിക്കൊണ്ടെടുക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മനസ്സും കൂടെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയും. ദാറ്റ് മീൻസ് ആളെ പറയും, ആള് സെലക്ടഡ് ആണെന്ന് മാത്രമല്ല ഈ രീതിയിൽ ഇനി മുന്നോട്ടുള്ള മാനേജ്മെന്റ് ഇപ്പം പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, ഇപ്പം വർക്ക് ലൈഫിലായിക്കോട്ടെ, അവിടെ മാനേജറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടാലും എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം ഉറപ്പ് വരുത്തണം എന്ന് പറയും. എങ്ങനെ മറ്റുള്ള മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണോ എന്നുള്ള ചിന്ത എല്ലാ സമയത്തും മൈൻഡിൽ വെക്കണം എന്ന് പറയും. അപ്പൊ ഇതിലെന്താ സംഭവം വെച്ചാൽ നമ്മള് എല്ലാ ഇന്ന് എല്ലാരും ഒരു കാര്യം ചെയ്യണേ, നമ്മളിപ്പോ 10-20 ആൾക്കാരാണ് ഇവിടെ ഏകദേശം ഉള്ളത്. അപ്പം എല്ലാരും ഇന്ന് നിങ്ങളുടെ പാരൻസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കൈ ഉണ്ടല്ലോ, വലത്തെ കൈ ഒന്ന് എടുത്തിട്ട് ആ വലത്തെ കയ്യിൽ ഒരു മുത്തം കൊടുക്കണം. മനസ്സിലായോ? ആ വലത്തെ കൈ ഒന്ന് വാങ്ങിയിട്ട് വലത്തെ കയ്യിൽ ഒരു ഉമ്മ കൊടുത്താൽ മതി. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അത്. കാരണം ഇത്രയും കാലം
ആ മനുഷ്യന്മാർ ജീവിച്ചിരിപ്പുള്ള കാലം അത്രയും നമുക്ക് വേണ്ടി അധ്വാനിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന കൈയാണത്. ആ അവയവത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ആ മനുഷ്യനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇതിൽ പറയുന്നത് നമ്മള് സന്തോഷം കണ്ടെത്തണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ മീൻസ് മറ്റുള്ള നമ്മളുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലും ഒരു വെളിച്ചമോ സന്തോഷമോ കൊണ്ടു കൊടുക്കാൻ നമുക്ക് പറ്റണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ഞാൻ നിങ്ങളോട്, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നു, നമ്മൾ ഖുറാനിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ മദർ തെരേസ പറഞ്ഞൊരു കാര്യം, വലിയ സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷവും സമാധാനവും നൽകും. അതൊരു മദർ തെരേസ പറഞ്ഞ വാക്കാണ്. ദാറ്റ് മീൻസ് നമ്മളൊരു മറ്റുള്ള മനുഷ്യന്മാർ, നമ്മൾ ജീവിച്ചിരിപ്പുള്ളതിന്റെ കാരണമായിട്ട് ഏതെങ്കിലും മനുഷ്യന്മാരിങ്ങനെ എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കൊണ്ട് നമ്മൾക്ക് അവരിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം പോലും സ്വന്തമായിട്ട് വാങ്ങിക്കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ചിലപ്പം ചില അസുഖങ്ങൾ കാരണമൊക്കെ കിടപ്പിലായി പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആരെങ്കിലും പോയിട്ടൊന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാനുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ നമ്മൾ ജീവിച്ച് മരിച്ചു പോയതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും കുറച്ച് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു താങ്ങായിട്ടും തണലായിട്ടും നിൽക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യമാണ്. അതേപോലെ തന്നെ മാനസികമായിട്ട് തളർന്നു പോകുന്ന ആൾക്കാരുണ്ടാവും പല സിറ്റുവേഷനിൽ. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഒരു ഹീലറായിട്ടോ ഒരു സപ്പോർട്ടായിട്ടോ, ചിലപ്പോൾ ചില സമയത്തൊക്കെ ചില ആൾക്കാർക്ക് വേദനകൾ ഒന്ന് കേൾക്കാനായിരിക്കും ആരെങ്കിലും ഒരാൾ ആവശ്യം ഉണ്ടാവുക. അങ്ങനെ ഒരു കേൾവിക്കാരനോ കേൾവിക്കാരിയായിട്ടെങ്കിലും കുറച്ചു നേരം ഒരാളുടെ ബുദ്ധിമുട്ടുകളൊന്ന് കേട്ട്, മീൻസ് ചിലപ്പോൾ അവരുടെ വീട്ടിൽ ആരും അത് കേൾക്കാനോ ശ്രദ്ധിക്കാനോ ടൈം കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. പറ്റാത്ത മീൻസ് അത് ശ്രദ്ധിക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ കോളേജിലൊക്കെ ഉണ്ടല്ലോ, കോളേജിലുള്ള പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കോളേജിലുള്ള ചെക്കന്മാര് കേട്ടുകൊടുക്കുന്ന അതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ആ സംഭവം അല്ല. ഇത് വല്ല ആണോ വീട്ടിൽ ബുദ്ധിമുട്ടല്ലേ ഞാൻ കെയർ തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും, ആ ടീമിനല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അതിൽ കുറെയൊക്കെ ഫേക്ക് ആൾക്കാരുണ്ടാവും, അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൽ തന്നെ പെട്ട ഒരു കാര്യമാണ്, നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മളുടെ ഭാര്യയും മക്കളും മാതാപിതാക്കളും തുടങ്ങിയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ആദ്യം അറിയാൻ ശ്രമിക്കുക. അത് നമ്മളെ കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം വർദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പം ഖുറാനിലായിക്കോട്ടെ ഏത് ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒരു കാര്യം മാത്രം ദൈവം മറക്കൂല നിങ്ങൾ കേട്ടിരുന്നോ? ദൈവം മറക്കാത്തൊരു പ്രവൃത്തി ഉണ്ട്. ദൈവം ഒന്നും മറക്കൊന്നുമില്ല, പക്ഷെ ഞാൻ പറയുന്നത് അറിയോ, ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് എന്താ അറിയോ, വേറൊരു മനുഷ്യന്റെ വേദനയോ കണ്ണീരോ ഒപ്പാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാല് അതിന് ഭയങ്കര കൂലിയാണ്, ഭയങ്കര ബെനിഫിറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന് മൈൻഡിൽ വെക്കുക. ഇതേപോലെ തന്നെ നമുക്ക് സന്തോഷം കിട്ടാൻ നമുക്ക് കോൺട്രിബ്യൂഷൻ എന്നുള്ള കാര്യം മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറെ ടാസ്കുകൾ ഉണ്ടാവും. നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ നീട്ടി വെച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് ആയിരിക്കും. അപ്പോ അങ്ങനത്തെ ആക്ഷൻസ് ഒന്ന് കറക്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഓരോ ദിവസവും ചെറിയ 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 പാർട്ടായിട്ട് അത് തീർക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച് അതിനുള്ള എഫേർട്ട് എടുത്തിട്ട് അതിങ്ങനെ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് ടിക്ക് ഇടുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഹാപ്പിനെസ് കിട്ടും, അച്ചീവ്മെന്റിന്റെ ഒരു ഹാപ്പിനെസ്. അത് ചെറിയ ചെറിയ കാര്യങ്ങളായാലും മതി, ജീവിതത്തിൽ നമ്മൾ എഴുതി വെക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായാലും മതി. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷവും സമാധാനവും കിട്ടാത്ത ഓരോ ദിവസവും. ഇതേപോലെ തന്നെയാണ് സെൻസ് ഓഫ് ഗ്രോത്ത്. എങ്ങനെ നമ്മൾ സ്ഥിരമായിട്ടൊരു ഏതെങ്കിലും ഒരു ശീലം വളർത്തിയെടുത്തിട്ട് ആ ശീലം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ 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 ഡെവലപ്മെന്റുകൾ ഡെയിലി വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. അപ്പൊ അതിൽപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്ന ഈ ബുക്സ് വായിക്കുന്നതായിക്കോട്ടെ, ഇപ്പം നീട്ടി വെക്കുന്ന സ്വഭാവം നിർത്തുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് ഏതെങ്കിലുമൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട്
ചെയ്യാൻ ശ്രമിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇത് ആ ശീലങ്ങൾ വളർത്തിയെടുത്തിട്ട് കുറച്ച് സമയമാകുമ്പോഴേക്ക് ഇപ്പം ജിമ്മിനൊക്കെ ഫസ്റ്റ് കുറച്ച് ദിവസം ഒന്നും വലിയ റിസൾട്ട് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ കുറച്ച് ദിവസം അങ്ങോട്ട് പോകുമ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ചെറിയ ചെറിയ റിസൾട്ട് കാണാൻ തുടങ്ങും. നമ്മളെ കോൺഫിഡൻസ് റേസ് ആവും. ഇതേപോലെ തന്നെ നമ്മൾ ബുക്സ് വായന കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മെല്ലെ 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 ഇപ്പം ഒരു മാസം ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ വായിച്ചു തുടങ്ങിയാലും മതി. എന്നിട്ട് അതിങ്ങനെ സ്പീഡായി നമ്മളിങ്ങനെ ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്ക് 10-15 ബുക്സ് കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടോട്ടലി അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. ഇപ്പം വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ രീതിയിൽ വരച്ചു തുടങ്ങുക. ഇപ്പം എഴുതാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് എങ്കിലും ഡെയിലി ഒന്ന് ഇരുന്ന് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ഹാബിറ്റുകൾ നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു സെൻസ് ഓഫ് ഗ്രോത്ത് ഉണ്ടാവും എല്ലാ സമയത്തും. ആ ഗ്രോത്ത് സെൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അതും നമുക്കൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഡെയിലി നമ്മളൊരു ഹാബിറ്റ്, ഒരു ശീലം വളർത്തിയെടുക്കണം തീരുമാനിച്ചു. ആ തീരുമാനത്തെ നമ്മൾ വില കൽപ്പിച്ചുകൊണ്ട് അതിന് എഫേർട്ട് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ തുടങ്ങും. ഇതേപോലെ തന്നെയുള്ളതാണ് സിംപ്ലിഫൈ യുവർ പ്രൊജക്ട്സ് എന്ന് പറയും. സിംപ്ലിഫൈ എന്ന് പറയുമ്പോൾ കഴിയുന്നിടത്തോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ടഫർ ആക്കി മാറ്റുന്നതിന് പകരം കുറച്ചും കൂടി സിമ്പിൾ ആക്കി മാറ്റുക. അതിപ്പോ നമ്മളുടെ ആരോഗ്യമായിക്കോട്ടെ, നമ്മളുടെ വെൽത്ത്, ഇപ്പം സമ്പത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പം റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതെന്ത് ചെയ്യുക, എല്ലാം കുറച്ച് സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് കഴിയുന്നിടത്തോളം എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് എന്നുള്ള രീതിയിലേക്ക് ഫോം ചെയ്ത് കൊണ്ടുവരാം. നമ്മളുടെ ജീവിതത്തിലേക്ക് ഉപകാരം പ്രദാനം ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും എന്താണ്, വേസ്റ്റ് ആണ്. അങ്ങനെ ഈ 4 മേഖലയിൽ ഒന്നെങ്കിൽ ഹെൽത്തോ വെൽത്തോ റിലേഷൻഷിപ്പോ സ്പിരിച്വാലിറ്റിയോ, ഈ 4 മേഖലയിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് 100% വേസ്റ്റ് ആണെന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. അതിൽ പെട്ട ഒരു കാര്യമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി നമ്മൾ രാവിലെ എണീച്ച ഉടനെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ട് ഓരോ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഒരുപാട് ടൈം അങ്ങ് വേസ്റ്റ് ആയി പോകും. അധികം ആൾക്കാർക്ക് രാവിലെ സംഭവിക്കുന്ന ഒരു കാര്യം, രാവിലെ തന്നെ സ്ക്രീനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം അത് കഴിഞ്ഞിട്ടാ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് എന്താണ് നെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫാക്കി വെക്കുക രാത്രി ഉറങ്ങുന്ന സമയത്ത്. പിന്നെ രാവിലെ എണീച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും എക്സസൈസും മെഡിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള മൈൻഡും ബോഡിയും, അതേപോലെ തന്നെ മൈൻഡ്, ബോഡി, ബ്രെയിന്, ഈ 3 ഡയമെൻഷനിലും ഡെവലപ്മെന്റ് വരുത്താനുള്ള എന്തെങ്കിലും കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഫോണിലേക്ക് പോവുക. അപ്പൊ ആ ഒരു ഹാബിറ്റ് ഒക്കെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതേപോലെ നമുക്ക് ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് കഴിയുന്നിടത്തോളം അൺകണ്ടീഷണൽ ആവാൻ ശ്രമിക്കുക. മീൻസ് നമ്മളുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ മനസ്സിലുണ്ടാവും. ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ എന്റെ മനസ്സിൽ ഇപ്പം ഉണ്ടായിരുന്നു, എങ്ങനെ എന്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ വേണം എന്നോട് ബിഹേവ് ചെയ്യാം, എന്നോട് ഈ രീതിയിൽ വേണം പെരുമാറാൻ, ഈ രീതിയിൽ വേണം സംസാരിക്കുക, ആ രീതിയിലൊക്കെ ചില തോട്ട്സുകൾ പണ്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കി, ആ തോട്ട്സ് കാരണം പല സമയത്ത് എനിക്ക് ദേഷ്യം വരലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഒഴിവാക്കി എടുത്ത സമയത്ത് എൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിലുള്ള എന്താണ്, എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പെരുമാറാവൂ എന്നൊക്കെ രീതിയിലുള്ള പല തോട്ട്സ് ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ ഭാര്യമാർക്കും ഉണ്ടാവും, ഭർത്താക്കന്മാർ എന്നോട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ഞാൻ എന്തെങ്കിലും സംസാരിക്കും ഈ രീതിയിൽ പ്രതികരിക്കണം, ഇതിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് നമ്മൾ മൈൻഡിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോ അതേപോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, സ്വയത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു ശീലം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ ഇപ്പം ഓരൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ്, എനിക്ക് പഠിക്കാനൊന്നും കഴിവില്ല, എനിക്ക് ബിസിനസ് നടത്താൻ കഴിവില്ല, എനിക്ക് സമ്പാദിക്കാനുള്ള പൈസ കിട്ടുന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് തീരെ സമ്പാദിക്കാനുള്ള കഴിവില്ല. ആ രീതിയിലൊന്നും ഒരിക്കലും മറ്റുള്ളവരോട് നല്ല സെൽഫിനോട് പോലും സംസാരിക്കരുത്. കാരണം നമ്മൾ എന്താണോ നമ്മളുടെ സെൽഫിനോട്, നമ്മളുടെ മനസ്സിനോട് സംസാരിക്കുന്നത്
ആ കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ എന്തായിട്ട് വരിക, പ്രവർത്തനങ്ങളായിട്ട് വരിക. നമ്മളുടെ ഹാബിറ്റ്സിനെ അത് ബാധിക്കുന്നുണ്ട്. നമ്മളുടെ ആക്ഷൻസിനെ അത് ബാധിക്കുന്നുണ്ട്. നമ്മളെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല പല നെഗറ്റീവ് അഫർമേഷൻസ് പോലും. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമാണ്, സ്വർണക്കൂട്ടിലിട്ട പക്ഷിയാണെങ്കിലും അതിന് സന്തോഷം ലഭിക്കുക എപ്പോഴാണ്? കൂട് വിട്ട് പുറത്തു പോണ സമയത്തല്ലേ. മീൻസ് നമ്മളിപ്പോ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം നമുക്ക് തോന്നുന്നത് ഓക്കെയാണ്. പക്ഷെ അവിടുന്ന് പുറത്തേക്ക് കടന്നിട്ട് വലിയ ലോകം കാണുന്ന സമയത്തല്ലേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ ഒന്ന് മൈൻഡിൽ വെക്കുക. അതൊന്ന് എന്താണ്, ഈ അൺകണ്ടീഷണാലിറ്റി എന്ത് ചെയ്യുമ്പോഴും അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് നടന്നോളണം എന്നില്ല. അതിപ്പോ അതൊന്ന് എന്താണ്, ഭാര്യമാരോടായിക്കോട്ടെ മക്കളോടായിക്കോട്ടെ നമ്മൾ പറയും പോലെ തന്നെ അവർ ചെയ്തോളണം എന്നൊന്നുമില്ല. അപ്പോഴേക്ക് ദേഷ്യം പിടിക്കുന്ന സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഓവർ കണ്ടീഷൻസ് വെച്ചിട്ട് മക്കളെ വളർത്താതിരിക്കുക, ഭാര്യമാരോടും പേരൻസിനോടും ഒക്കെ ബിഹേവ് ചെയ്യാതിരിക്കുക. അപ്പം ഇപ്പൊ ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരനോട് ചോദിക്കും, നിങ്ങൾക്ക് എപ്പോഴാണ് സന്തോഷം കിട്ടുക? അപ്പൊ ബിസിനസ്സുകാരൻ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് രാജ്യങ്ങളിലെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടെങ്കിൽ, നല്ല ഗ്രോത്ത് കാര്യങ്ങളൊക്കെ, നല്ല പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് പറയും. അപ്പം ആ ചോദിച്ച ആളോട് ബിസിനസ്സുകാരൻ തിരിച്ചു ചോദിക്കും, നിങ്ങൾക്ക് എപ്പോഴാണ് സന്തോഷം കിട്ടുക? അപ്പൊ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കിപ്പം ഇന്നിപ്പോ രാത്രി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ആരോഗ്യത്തോടു കൂടി എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. ദാറ്റ് മീൻസ് ഓരോ മനുഷ്യന്മാർക്കും സന്തോഷം എന്ന് പറഞ്ഞതിന്റെ പേഴ്സ്പെക്റ്റീവ് എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് തോന്നും വലിയ കാർ ഉണ്ടായാലേ, വലിയ വീടുണ്ടായാലേ, വലിയ ബിസിനസ്സോ പൈസയോ കാര്യങ്ങളോ കുറെ മക്കള് കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നതായിരിക്കും നമുക്ക് ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ എല്ലാരും സന്തോഷത്തെ ഒരേ രീതിയിലല്ല നോക്കി കാണുക എന്നുള്ളത് ഉറപ്പുവരുത്താം. ഇതേപോലെ തന്നെയുള്ള കാര്യമാണ്, നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, എന്താണ്, ദുഃഖം മറന്നാൽ തന്നെയല്ലേ ഏറ്റവും ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. അത് വിനയൻ സാർ എഴുതിയിട്ടുള്ള ഒരു വരിയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ഇങ്ങനെ നോക്കിയ സമയത്ത് കണ്ടതാട്ടോ. പിന്നെയുള്ള ഒരു കാര്യമാണ്, നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മളിപ്പൊ പറഞ്ഞല്ലോ, എനിക്ക് അത് കിട്ടിയാൽ സന്തോഷിക്കും, ഇത് കിട്ടിയാൽ സന്തോഷിക്കും, വലിയ വലിയ വിദ്യാഭ്യാസ യോഗ്യത കിട്ടിയപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ സന്തോഷിക്കും, എന്റെ ബിസിനസ് ഇത്ര ടേൺ ഓവർ, ഇത്ര ലക്ഷങ്ങളോ ഇത്ര കോടികളോ ടേൺ ഓവറിൽ എത്തി ഞാൻ സന്തോഷിക്കും. ആ രീതിയിൽ ജോലി കിട്ടിയാൽ, വീട് കിട്ടിയാൽ, ഇപ്പം എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭേദമായാൽ ഞാൻ സന്തോഷിക്കും എന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും പല കണ്ടീഷൻസ് വെക്കാറുണ്ട്. അങ്ങനത്തെ ഫ്യൂച്ചറിലേക്ക് സന്തോഷത്തെ കൊണ്ടുപോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഒരു സമയത്തും സന്തോഷിക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം എന്താണ്, ഏത് സമയത്തും നമ്മളെ ഇനി എന്ത് കിട്ടിയാലും ആ കിട്ടുന്നതിനൊരു നന്ദി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകും അറിയാതെ. ദാറ്റ് മീൻസ് ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയും. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയാറുണ്ടല്ലോ. നമുക്ക് ഒട്ടുമിക്ക മനുഷ്യന്മാർക്കും ജീവിതത്തിൽ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരാനുള്ള കാരണം, സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ വരാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്നെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, അങ്ങനെ പറ്റിപ്പോയല്ലോ, അല്ലെങ്കിൽ എന്നാലും അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, ആ രീതിയിലുള്ള ചിന്തിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കും, അല്ലെ വിഷമിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കും. അതിപ്പോ എങ്ങനെയാ ചെയ്യുക, മക്കളുടെ വിദ്യാഭ്യാസം എന്താ ചെയ്യുക, ലോൺ എങ്ങനെ അടിച്ചു തീർക്കുക, അല്ലെ വീട് ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കുക, എവിടെ ഉണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും, അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പം അസുഖങ്ങൾ മാറിയില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുക, എന്റെ പേരൻസിന് അസുഖമായി പോയാൽ എന്താ ചെയ്യുക, ആ രീതിയിൽ ഓരോന്നിങ്ങനെ. അങ്ങനെ ഒരു സംഭവം ഈ നിമിഷത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല കേട്ടോ. അത് അപ്പോഴേക്കും അങ്ങോട്ട് മുന്നോട്ട് ഇരുന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് എന്താ ഉദ്ദേശം വെച്ചാല്, നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും ജീവിക്കുന്നതിന് പകരം നമ്മൾ എന്ന് മുതലാണോ പ്രസന്റിൽ ജീവിച്ച് ഇപ്പൊ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അതിന് ഉള്ളിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റിൽ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്തത്.
അപ്പൊ ആ കൃതജ്ഞത ഇല്ലാത്തോടത്തോളം കാലം എല്ലാ സമയത്തും ഫ്യൂച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീട് കാറ് അത് മാത്രം മൈൻഡിൽ വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു സമയത്ത് സന്തോഷം കിട്ടൂല. കാരണം എന്താ അറിയോ, വീട് വീടുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അപ്പൊ തോന്നുന്നത് അറിയോ, ഈ വീട് ഓക്കെയാണ്, ഇനി കുറച്ച് ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി സെറ്റപ്പ് ആക്കണം, വലിയ കാറ് വാങ്ങണം. ആ രീതിയിൽ എല്ലാ സമയത്തും ആ ഫ്യൂച്ചറിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയത്തും സന്തോഷവും സമാധാനവും ലൈഫിൽ കണ്ടെത്താൻ പറ്റില്ല. അതിന് പകരം എന്താണ്, ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ആ കാര്യങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അപ്പൊ കഴിവുകളാണെങ്കിലും പല രീതിയിലുള്ള കഴിവുകൾ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടാവും. ആ കഴിവുകളെ കറക്റ്റ് ഉപയോഗപ്പെടുത്താനും അതേപോലെ ജീവിതത്തിൽ മറ്റുള്ള മനുഷ്യന്മാർക്കും കൂടെ ഒരു സഹായമായിട്ട് മാറാനും കൂടെ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ആക്ഷൻസ് എടുക്കാൻ ശ്രമിക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരാൻ. ഈ രീതിയിൽ പാസ്റ്റിലുമല്ല ഫ്യൂച്ചറിലുമല്ല പ്രസന്റിൽ ജീവിച്ചു തുടങ്ങുന്ന മനുഷ്യന്മാരായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിക്കാം. ഇന്നത്തെ ഈ നിമിഷത്തിനായി ജീവിക്കുക എന്ന് പറയല്ലോ. ഇപ്പം ഈ ഈ മൈക്രോ സെക്കൻഡ്, ഓരോ സെക്കൻഡുകൾ കടന്നു പോകുന്നത് ആ നിമിഷത്തെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ രീതിയിൽ ജീവിതത്തിൽ അൽഹംദുലില്ലാ അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് എന്നുള്ള രീതിയിൽ അത് ഓരോ നിമിഷങ്ങളും നമുക്ക് നെക്സ്റ്റ് ഒരു സെക്കൻഡ് നമുക്ക് ആയുസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ആ ഉള്ള ആയുസിന് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു എന്താണ് പറയാനുള്ള ടോപ്പിക്കുകൾ. എങ്ങനെ നമ്മൾക്കൊരു ഡെയിലി നമുക്കൊരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മൈൻഡ്ഫുൾ ആയിട്ട് ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് എങ്ങനെ എല്ലാത്തിനും കണ്ടീഷൻസ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. അതേപോലെ കഴിയുന്നിടത്തോളം ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് മുന്നോട്ട് ആക്ഷൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ, മറ്റുള്ള മനുഷ്യന്മാർക്ക് സഹായമായിട്ട് മാറാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സന്തോഷത്തിന്റെ രഹസ്യങ്ങളായിട്ട് പറയാനുള്ളത്. ഇതിലേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് ലൈഫിൽ മീനിങ് ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുക എപ്പോഴാണെന്നും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. നമുക്കൊരു ഡിസ്കഷൻ പോലെ പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. റിഷാദ്. ഓക്കെ. ഹാപ്പിനെസ് ലഭിക്കുക പറഞ്ഞാല് ഒന്നും ഇല്ല, ജസ്റ്റ് ഗ്രേറ്റ്ഫുൾ ആയാൽ തന്നെ നമ്മളെ പകുതി ടെൻഷൻസും കാര്യങ്ങളൊക്കെ തീരും. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടിരിക്കുക. ഏതൊരു കാര്യത്തിനും അൽഹംദുലില്ലാ എന്നുള്ള ആ ഒരു വാക്ക്, അത് അതൊരു ഒപ്പം കൊണ്ടെടുക്കുക. കാരണം എന്നാൽ തന്നെ ഏകദേശമൊക്കെ സെറ്റ് ആയിരിക്കും നമ്മൾ. ഇപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഹാപ്പിനെസ് വരാണ്ട് എന്നുള്ളൊരു ചിന്താഗതി വരും. അങ്ങനെ വരുമ്പോ പിന്നെ ഒരു പ്രശ്നങ്ങളും നമുക്ക് പ്രശ്നങ്ങളല്ലാതാവും. എന്റെ ഒരു അഭിപ്രായം. പറയും പോലെ എങ്ങനെ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ്ഡ് റീസൺ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും അപ്പുറത്തൊരു ബ്ലെസ്സിങ് ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. ഏതായാലും താങ്ക് യു റിഷാദ് ഭായ്. വേറെ ആർക്കെങ്കിലും പറയണ്ട? നജീബ് സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, ആർക്കും പുതിയൊരു ടോപ്പിക്കോ കാര്യമൊന്നും അല്ല. പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ സാറിന് എപ്പോഴെങ്കിലും സന്തോഷം കിട്ടിയ കാര്യങ്ങളെ കുറിച്ച് പറയാം. അൺമ്യൂട്ട് ചെയ്തോളൂ സാർ. ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഒക്കെ വരുമ്പോഴേ സന്തോഷം കിട്ടാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞ മാതിരി നമ്മള് ഭാവിയും കഴിഞ്ഞ കാലങ്ങളും ഇങ്ങനെ ഭാവി ആലോചിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. പ്രസന്റിൽ ജീവിക്കാനുള്ള ശ്രമം തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിലേക്ക് നമ്മളെ ഈ നല്ല നല്ല വീട്ടിലുള്ള നിങ്ങൾ പറഞ്ഞ മാതിരി അത് നല്ലൊരു ഇതാണ്. വീട്ടിലുള്ള ആളുകളായിട്ട് കൂടുതൽ നമ്മൾ കൈമാറുമ്പോൾ ആ എല്ലാ ഈഗോകളൊക്കെ മാറ്റി വെച്ചിട്ട് സന്തോഷത്തോടു കൂടി ആ സോഫ്റ്റ് ആയിട്ട് പെരുമാറുമ്പോൾ നല്ലൊരു
ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ലൊരു ഹാപ്പിനെസ് വരും. താങ്ക് യു സർ, താങ്ക് യു സോ. പിന്നെന്തല്ലേ നമ്മൾ പിന്നെ മാക്സിമം എൻഗേജ്മെന്റ് ആവുക എന്നുള്ള ഒരു ലൈഫില് മാക്സിമം ഫ്രീ അല്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥ എപ്പോഴും ഉണ്ടാവണം. ഫ്രീ ആയി വെറുതെ ഇങ്ങനെ ഒറ്റപ്പെടുന്ന അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കഴിഞ്ഞ് ഒഴിവാക്കിയിട്ട് അങ്ങനെ ആകുമ്പോൾ ഹാപ്പി ആയിരിക്കും. ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ടൈം ലാഗ് ചെയ്ത് പോകുമ്പോൾ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അതെ അതെ അതെ, അത് സാർ പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മളുടെ ആരോഗ്യത്തെയും നമ്മളുടെ മനസ്സിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക, മറ്റത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം കൂടെ ആണെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടും. ഇതേപോലെ താഴെ ഹാലാമൻ പറയുന്നുണ്ട്, മാമിന് സന്തോഷം കണ്ടെത്താൻ പറ്റാറ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ഇപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുന്ന സമയത്ത് സന്തോഷം കണ്ടെത്താറുണ്ട്. അത് അത് ശരിക്ക് നിങ്ങൾ കണ്ടുനോക്കേണ്ട, അത് ഒട്ടുമിക്ക സർപ്രൈസുകൾ കൊടുക്കുന്ന വീഡിയോസും ഭയങ്കര വൈറലായിരിക്കും. ഈ സർപ്രൈസുകൾ കൊടുക്കുന്ന കമ്പനികളൊക്കെ ഉണ്ടല്ലോ, UAE-യിലും പുറത്തുള്ള രാജ്യത്തൊക്കെ, അവരെ വിളിച്ചു പറഞ്ഞാൽ അവരെ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടു കൊടുക്കണത്, അത് ശരിക്കും ആ വീഡിയോക്ക് ഭയങ്കര റെസ്പോൺസും ആയിരിക്കും. അപ്പൊ ദാറ്റ് മീൻസ് അതെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സർപ്രൈസസ് എന്ന കാര്യം. താങ്ക് യു മാം, താങ്ക് യു ഫോർ ആഡിങ് അപ്പ്. താങ്ക് യു നജീബ് സർ, താങ്ക് യു സോ മച്ച്. ഇല്യാസ്ക എന്താ പറയണ്ടോ? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശരിക്കും മനുഷ്യന്മാർ ഒരു വാലിഡേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ, അതായത് അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അത് കൊടുക്കുന്ന ആൾക്കും കിട്ടുന്ന ആൾക്കും ഒരുപോലെ സന്തോഷം തോന്നുന്ന കാര്യമാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നും വേണ്ട, ഒരു ഭാര്യ ഒരു ഭക്ഷണം കുക്ക് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, എന്നത്തെയും പോലെ ഒന്ന് ടേസ്റ്റ്, ഒന്ന് വെറുതെ ഒന്ന് ടേസ്റ്റ് അല്ലെങ്കിൽ പോലും ഒരു മനുഷ്യനോട് അയാൾ ചെയ്തത് പറയുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, വൈഫ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അതിന് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഭവം എന്താ വെച്ചാൽ, നമുക്കതിന് നഷ്ടപ്പെടാനൊന്നുമില്ല, ഒരു വാക്കേ ഉള്ളൂ. പക്ഷെ അവര് നമ്മളോട് ഒരാൾ എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇന്ന് ഇട്ട ഷർട്ട് നല്ല രസമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു സന്തോഷമാണല്ലോ. അപ്പം കുഞ്ഞു മക്കളോട് പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓർക്കത് കൂടുതൽ സന്തോഷമാണ്. ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഇത് പറയുമ്പോൾ അത് സന്തോഷമാണ്. ശരിക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് അപ്രീഷിയേറ്റ് ചെയ്യാന്നൊരു ചെറിയ കാര്യം, പടച്ചോൻ തന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മളിന്ന് പറഞ്ഞു വെച്ച കാര്യം കൂടി. അത് നമ്മളെ സന്തോഷം മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ചുറ്റുള്ള ആളുകൾക്കും കൂടി അത് കിട്ടാൻ നമ്മൾ അവരെ കാണുന്നുണ്ട്, നമ്മളവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാൾ നമ്മുടെ കൂട്ടുകാരൻ മുടി വെട്ട് വന്ന സമയത്ത് ഇതിനേക്കാൾ നല്ലത് മറ്റൊരായിരുന്നിട്ടോ എന്നോട് പറയുമ്പോൾ നമ്മളവരെ ഒരു കരുതൽ നമുക്ക് അവരോട് ഉണ്ട് എന്നുള്ളത് കിട്ടിയാൽ മതി. അവർ പിന്നെ അത് ക്ലാസ്സിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിലാണെങ്കിലും എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റിയ കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കുറെ ആളുകളിലേക്ക് അത് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കും കൂടി ഒരു സന്തോഷമാണ് എന്നുള്ളതാണ്. താങ്ക് യു ഇല്യാസ്ക, താങ്ക് യു സോ മച്ച്. അത് ഇല്യാസ്ക പറഞ്ഞ ഭയങ്കര പോയിന്റ് ആട്ടോ. എനിക്കിപ്പോഴോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലേ, അത് നിങ്ങള് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് എന്തോ ഒരു വോയിസോ എന്തോ ഒന്ന് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴോ ഒന്ന് എനിക്ക് ഒരു അപ്രിസിയേഷൻ തന്നപ്പോൾ എനിക്ക് ഭയങ്കര അത് എഫക്റ്റ് ആയി. ദാറ്റ് മീൻസ് ഷെറിൻ മാം നമ്മളെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് അയച്ച അത് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയി. ഞാനത് കേൾക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് അതിനു വേണ്ടി എഫേർട്ട് എടുക്കലോ എന്ന് ചിന്തിച്ചല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഓരോ കണക്ഷൻസ് വരുന്നത് നമ്മളെ എലിവേറ്റ് ചെയ്യാനും നമ്മളെ ഹാപ്പി ആക്കാനും നമ്മളെ കൂടുതൽ പെർഫോമൻസ് കൂട്ടിയെടുക്കാനൊക്കെ വേണ്ടി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആള് ഒരു കോച്ചാണ് കേട്ടോ, ഇല്യാസ് കൊട്ടുകര. അപ്പം ഇനി മുന്നോട്ട് നമ്മളെ സെഷൻസ് ഒക്കെ എടുക്കാനൊക്കെ ഉണ്ട് ഇൻഷാല്ലാ. അതെ, താങ്ക് യു. പിന്നെ ഇന്ന് എല്ലാവരും ഒറ്റൊരു കാര്യം, നിങ്ങളിപ്പോ ഇത്രയും സമയം ക്ലാസ് കേട്ടിട്ട് ഒന്നും മൈൻഡിലില്ലെങ്കിലും 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളെ വീട്ടിലുള്ള, ഇപ്പം ഭാര്യ ആയിരിക്കാം, പാരന്റ്സ് ആയിരിക്കാം, മക്കളായിരിക്കാം, ഇപ്പം കഴിയുന്നിടത്തോളം നിങ്ങളുടെ എൽഡർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പം ഭാര്യ ഇളയതാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പം ഭർത്താവാണെങ്കിലും ഒക്കെ അവരുടെ കൈ ഒന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഉമ്മ കൊടുക്കുക കൈമൽ. അത് മാത്രം ഇന്ന് ചെയ്താൽ മതി. എന്നിട്ട് താങ്ക് യു എന്ന് പറയാം.
മീൻസ് അവര് ചെയ്ത അധ്വാനത്തിനും അവര് ചെയ്ത എഫേർട്ടിനും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. അവർ ചെയ്തതല്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മളൊരു നന്ദി അറിയിക്കുകയാണ്. അത് മക്കൾക്കും കൊടുക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. മക്കൾ നമ്മളെ സഹായിക്കലും പല കാര്യങ്ങളും ചെയ്തിരുന്നു ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരല്ലോ, എന്തൊരു ചെറിയ കാര്യം, ഞാൻ ഉദ്ദേശിച്ച ചെറിയ മക്കളുടെ കാര്യം കേട്ടോ. അപ്പൊ അത് നമുക്ക് തമ്മിലൊന്ന് ഭാര്യനോടും ഉപ്പ ഉമ്മ അല്ലെങ്കിൽ അച്ഛനമ്മ മക്കള് അങ്ങനെ ഒരു ഷെയറിങ് നടന്നു കഴിഞ്ഞാണ്ടല്ലോ, അത് തന്നെ ഭയങ്കര ഫീല് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ കഥയിലൊക്കെ ഉള്ള കാര്യം ഉണ്ടല്ലോ, ആ തഴമ്പെടുത്ത കൈകളുണ്ടല്ലോ, ആ കൈകളാണ് നമ്മൾ ഊട്ടിയത് ഇത്രയും കാലം. അപ്പൊ അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞാനും ഇപ്പൊ ചെയ്യാൻ പോവാട്ടോ. ഞാനും ഇന്നിപ്പോ താഴോട്ട് പോയാൽ അത് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഉപ്പയൊന്നും ഇവിടെ ഇല്ലായിരുന്നു, എല്ലാവരും കല്യാണപ്പുരയിൽ, ഞാൻ കല്യാണമൊക്കെ ഒഴിവാക്കി ഇവിടെ ഇരിക്കുക. അത് പോകാൻ പറ്റാത്തൊരു സങ്കടമൊക്കെ ഉണ്ട് ക്ലാസ് എടുക്കുമ്പോ. നോക്കണ്ട, നമ്മളെ ടീം മെമ്പേഴ്സും കല്യാണത്തിന് പോയതാണ്. അപ്പൊ പിന്നെ ഓല് എപ്പോഴെങ്കിലും അല്ലേ അങ്ങനെ എടുക്കുക. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? യെസ്ക, താങ്ക് യു കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഇതേപോലെ തന്നെ കയ്യിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ തന്നെ ഇലിയാസ്ക പറഞ്ഞ പോലെ ഒരു അപ്രീസിയേഷൻ കൊടുക്കുക. കൂടെ ഉള്ള വീട്ടിലുള്ള എല്ലാവർക്കും ഒരു അപ്രീസിയേഷൻ എങ്കിലും കൊടുക്കുക. ഒറ്റൊന്ന് മതി, ഒറ്റൊന്നെങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമ്മുടെ ടീം മെമ്പർ റിഫ എന്തെങ്കിലും അനുസാലിയും പറഞ്ഞോളൂ. അനുസാലിം നിങ്ങള് അൺമ്യൂട്ട് ചെയ്ത് കണ്ടിരുന്നല്ലോ. അനുസാലിം അറിയാതെ അൺമ്യൂട്ടായി പോയതാണ്. അസ്സലാമലൈക്കും. കേൾക്കാനുണ്ടോ? മാം പറഞ്ഞോളൂ. ഞാനിതിൽ യാദർശികമായിട്ടാണ് ജോയിൻ ചെയ്തത്. എന്റെ സിസ്റ്ററാണ് ഹാല മുഹമ്മദ്. ഓക്കെ ഹാല മാം. അതെ, ഓഗസ്റ്റ് 10നുള്ള പരിപാടിക്ക് അവൾ എനിക്ക് ഇത് അയച്ചെന്നായിരുന്നു. പക്ഷെ ഞാൻ ട്രാവലിംഗ് ബാക്ക് ടു UAE വന്നപ്പം ഞാൻ പറഞ്ഞു, ഹാല 12-നായിരുന്നെങ്കിൽ ഇതൊന്ന് അറ്റൻഡ് ചെയ്യായിരുന്നു. അടിപൊളി പ്രോഗ്രാമാണ്. കുറെ പേരെ ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നതാണ്. ഇതില് എനിക്ക് കേട്ടപ്പം കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് തോന്നുന്നു. അപ്പൊ ഇലിയാസ് സാർ പറഞ്ഞ കാര്യം, നജീബ് സാർ പറഞ്ഞ കാര്യം, ഒരുപാട് കാര്യങ്ങൾ. സോറി, ഞാൻ വീഡിയോ ഓൺ ആക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എന്താന്നറിയില്ല, എന്റെ സൈഡിൽ നിന്ന് വീഡിയോ വർക്ക് ചെയ്യുന്നില്ല. സോറി. ഓഡിയോയിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഇതില് പറഞ്ഞ കുറെ കാര്യങ്ങൾ ലവ് ലാംഗ്വേജസ് ആണ്, അപ്രിസിയേഷൻ, ഇപ്പൊ ഹാല പറഞ്ഞ ഗിഫ്റ്റ്സ്. അപ്പം ഞങ്ങളൊക്കെ ഒപ്പീനിയൻ വളർത്തിയ ടൈമിൽ ഞങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ പുറത്തു പോയി അല്ല നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അവരൊരു കിസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ആക്കി വെക്കും. അപ്പൊ ഉമ്മ വന്നിട്ട് പറയും, ഇവിടെ ആരാ ക്ലീൻ ചെയ്തപ്പോ ഞങ്ങൾ 3 പേരും മത്സരമായിരിക്കും, ഞങ്ങളാ ക്ലീൻ ചെയ്ത, അപ്പൊ ആർക്കാണ് ആദ്യം ഉമ്മ കിട്ടുക, ഈ ചെറിയൊരു ഉമ്മക്ക് വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കുകയാണ്. അപ്പൊ അന്ന് മുതലേ ഞങ്ങൾ 3 പേര്, ഞാനും ഹാലയും പിന്നെ ബ്രദറാണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വളരെ എന്താ പറയാ, ഈ 5 ലവ് ലാംഗ്വേജസിൽ നടക്കും. പക്ഷെ നമുക്ക് അന്നൊന്നും അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ട്, അപ്രിസിയേഷൻ ആണ്, ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, ഫൊഗീവ്നെസ് ആണെന്നാണ്. പക്ഷെ അന്നേ ഉപ്പ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഫൊഗീവ് ആൻഡ് ഫൊഗെറ്റ്, ഫൊഗീവ് ആൻഡ് ഫൊഗെറ്റ്. പക്ഷെ ഉപ്പ ഈ കോഴ്സോ ഒന്നും ജോയിൻ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ മൂത്തതായ കാരണമായിരിക്കാം ഇത് നമ്മൾ എപ്പോഴും ഫോൾഡ് ചെയ്ത് കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇല്യാസ് സാർ പറഞ്ഞ പോലെ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇൻഷാല്ല 20 years ആവുന്നു കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ആദ്യത്തെ 18 years ഐ വാസ് ആക്ച്വലി എ ബെഗർ, ബെഗിങ് ഫോർ അപ്രിസിയേഷൻ, ബെഗിങ് ഫോർ ലവ്. അപ്പൊ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, 18 years ഓഫ് ലൈഫ് ഞാൻ എന്തിനാ കളഞ്ഞു? ഇപ്പൊ 2 years ആണ് ഇപ്പൊ ഇലിയാസ് സാറിന്റെ പോലെയൊക്കെ ഞാനൊരു കോച്ച് ആയതും മെന്റർ ആയതും നമ്മളെ ADN ടോക്സിന്റെ അണ്ടറിൽ ഗൈഡഡ് കോഡൊക്കെ ചെയ്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മള്. ഇപ്പൊ നജീബ് സാർ കറക്റ്റാ പറഞ്ഞു, ഒന്നിൽ വി ഡ്വെൽ ഇൻ ദ പാസ്റ്റ് ഓർ വി തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ ആൻഡ് ഓവർ തിങ്ക് ആൻഡ് വി ലൈക്ക് ഓക്കെ എന്താ ചെയ്യാൻ, നമ്മളൊന്നും എത്തിയിട്ടില്ലല്ലോ, അവരിവിടെ എത്തി ഇവരുടെ. പക്ഷെ ആക്ച്വലി വി ഫൊർഗെറ്റിംഗ് ദാറ്റ് പ്രസന്റ് മൂമെന്റ്. ഹാപ്പിനെസ് ഇസ് വിത്തിൻ അവർ സെൽസ്. ഇപ്പൊ ചെറിയ കാര്യം, ഇപ്പൊ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നു, നമുക്ക് നടക്കാൻ പറ്റുന്നു, നമുക്ക് ശ്വാസം. ഐ എം എ ഫിസിയോതെറാപ്പിസ്റ്റ് ബൈ പ്രൊഫഷൻ ആസ് വെൽ. സോ ഐ സീ സോ മെനി സ്ട്രോക്ക് പേഷ്യൻസ്. അപ്പം നമുക്ക് ശ്വാസം വലിക്കാൻ പറ്റും, നമ്മൾ കിഡ്നീസ് ഫങ്ഷൻ ചെയ്യുന്നത്, നമ്മളെ ലങ്സ് ഫങ്ഷൻ ചെയ്യുന്നത്, നമ്മളെ ഹാർട്ട് അടിപൊളിയായിട്ട് ഫങ്ഷൻ. ഇതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്ന് പിന്നെ എന്താ പറയണത്? നമ്മൾ എപ്പോഴും പാസ്റ്റിലും ഒന്നിന്റെ ഫ്യൂച്ചറിലാണ് ഇരിക്കുന്നത്. അപ്പം ഐ റിയലി അപ്രീഷിയേറ്റ്, ലൈക്ക്
ഹാപ്പിനെസ് ഇസ് വിതിൻ അവർ സെൽസ്. ഇറ്റ്സ് എ വെരി സ്മോൾ സെല്ലിൽ പോലും നമ്മളെ ഹാപ്പിനെസ് നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യത്തിൽ. ആൻഡ് റിയാസ് സാർ പറഞ്ഞ പോലെ അപ്രിസിയേഷൻ, ഗിഫ്റ്റ്സ്, അണ്ടർസ്റ്റാൻഡിങ്, ടച്ച്. മജിദ് സാർ പറഞ്ഞ പോലെ ഫിസിക്കൽ ടച്ച് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് യു കെൻ എവർ ഡു. ഞാൻ എൻ്റെ പേഷ്യൻസിന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലും കൈ, സാർ പറഞ്ഞ പോലെ കൈ ആദ്യം കയ്യിൽ കോൺടാക്ട് കൊടുത്തിട്ടാണ്. ബിക്കോസ് അതിലൂടെ തന്നെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ന്യൂറോൺസിലും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഹീലിംഗ് നടന്നു കഴിഞ്ഞു. പിന്നെ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. നമ്മളൊന്നും ചെയ്യണ്ട സത്യം പറഞ്ഞാൽ. സോ really appreciate for giving me a chance. Hala gave me the link to join. Hala പറഞ്ഞു അതൊന്ന് ജോയിൻ ചെയ്ത് നോക്കി. ഇതാണ് സൺഡേന്റെ ബാക്കിയുള്ള ഒരു ക്ലാസ് ആണെന്ന്. പക്ഷെ ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ബീങ് ഹിയർ, ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് ടീം. താങ്ക് യു വെരി മച്ച്. അല്ല, ശരിക്ക് ഇത് സൺഡേയിൽ നടന്ന പ്രോഗ്രാമിന്റെ ബാക്കി ക്ലാസ് അല്ല കേട്ടോ ഇത്. ശരിക്ക് അല്ല, മാം പറഞ്ഞ ഓരോന്നിനും താങ്ക് യു സോ മച്ച്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, ഇത് എല്ലാ വീക്കിലും ഫ്രീ ആയിട്ട് നടക്കുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്ന സെഷനാണ്. അല്ല, അവള് പറഞ്ഞത് കണ്ടിന്യൂഷൻ അല്ല. അതെ, അതിന് കിട്ടിയ ഒരു ലിങ്ക് ആയിരിക്കാം. ഗ്രൂപ്പിൽ ആഡ് ആയല്ലോ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഏതായാലും മാം അത് ചെറിയ സമയം കൊണ്ട് ഞാൻ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാം നമ്മളുടെ മനസ്സിലടിച്ചിരിക്കുന്നതാണ് രസം. യു ആർ എ ഗ്രേറ്റ് ലൈഫ് കോച്ച്. താങ്ക് യു സോ മച്ച്. മാം GCTP ചെയ്തതാന്ന് തോന്നുന്നു അല്ലേ? GCTP ചെയ്തിട്ടില്ല, GC മാത്രമേ ചെയ്തിട്ടുള്ളൂ. സാറിനെയും പിന്നെ അതുപോലെ കുറെ പേര് അതിലുള്ള മറ്റേ അഡ്വർടൈസ്മെന്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ടു. അപ്പൊ കുറെ പേര് ഡോക്ടർ അദ്നാൻ സാറിനെ ഫോളോ ചെയ്ത ആൾക്കാരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ദിസ് ഇസ് എ വെരി ലൈഫ് മിസ്, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഫ്ലൈറ്റ് ആണോ ചെയ്യേണ്ടത്, ഇതാണോ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ആയി പോയി. പക്ഷെ എനിവേ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് മൈ സിസ്റ്റർ വാസ് ഏബിൾ ടു ജോയിൻ ദർ ആൻഡ് ബി ദർ ലൈവ് അറ്റൻഡിങ് ഇറ്റ് ലൈവ്. അല്ല മാം, ഫ്രണ്ട് ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു. അതെ അതെ. ഓർമ്മയില്. അതെ അതെ. ഏതായാലും താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. കീപ് ജോയിനിങ്. No worries, you're welcome. Thank you very much for hearing as well. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു മാം. വേറെ ആരെങ്കിലും നമ്മളെ സ്പേസ് ഇന്ററാക്ഷൻസിന്റെ ഓണർ ഷിനാബായിനെ ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. ഷിനാബായി എന്തായാലും പറയാണ്ടോ? എന്തെങ്കിലും ഒന്ന് വീഡിയോ മോഡിലൊക്കെ ഒന്ന് പറയാം. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇത് ഇപ്പം ഇവിടെ 10-20 ആൾക്കാരെ ഉള്ളൂ. നോക്കണ്ട, യൂട്യൂബിലെ ആൾക്കാർ വേറെയും വരും കേട്ടോ. യൂട്യൂബിൽ കുറിച്ചുകൂടെ ആൾക്കാർ കാണലുണ്ട്. വീഡിയോ മോഡിലൊക്കെ ഒരു ബിസിനസ് ഓണറൊക്കെ ആയിട്ട് എന്താണ്? അല്ല, ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല. ഇന്ന് വല്ലാണ്ട് ടയർഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് നിങ്ങളെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഇന്ന് എന്തിനായാലും ഒന്ന് കയറണമെന്ന് കണ്ടുള്ള കണ്ടീഷനിൽ കയറി ഇരുന്ന് കിടന്നതാ. നിങ്ങള് സ്റ്റാർട്ടിങ്ങിൽ കയറി പിന്നെ എപ്പോഴാ വന്നത് തോന്നുന്നുണ്ട്? അല്ല, അത് കുറച്ച് മിസ്സായിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെയാണ് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് പറഞ്ഞതിൽ ഈ പാസ്റ്റും ഫ്യൂച്ചറൊക്കെ പറഞ്ഞു. പ്രസന്റ് ആണ് ശരിക്കും എന്നുള്ളത് നമ്മൾ പിന്നെയാണ് മനസ്സിലാകുക. ഫ്യൂച്ചറിലാണ് പ്രസന്റ് ആണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം റീസെന്റ് ഉണ്ടായുള്ള കുറെ അനുഭവങ്ങളാണ്. ഇപ്പോ ഇന്നത്തെ നമ്മളിപ്പം നാളെ നമ്മൾ പറയും ഇന്നലെ എന്ത് രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ആ രസം നമുക്ക് ഇപ്പം കിട്ടുന്നില്ല എന്നുള്ള ചില സമയങ്ങളിൽ നമുക്കത് മനസ്സിലാകാം. മനുഷ്യന്റെ ഒരു പ്രശ്നമാണത്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ നമ്മള് കുറച്ച് ബാക്കിലുള്ള കാര്യങ്ങൾ പറയും. അന്നെന്ത് രസമായിരുന്നു, ഇന്നത്തെക്കാൾ രസം അന്നായിരുന്നു എന്ന് തോന്നുന്ന സാധനം. പക്ഷെ ആ ഒരു രസങ്ങൾ ഇന്നാണ് എന്നുള്ളത് നമുക്ക് ഇപ്പൊ ഈ സമയത്ത് മനസ്സിലാവില്ല. അതാണ് മെയിൻ തിങ്. ഇന്നത്തെ രസം കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക. അതെ. അപ്പം ഞാനത് മനസ്സിലാക്കിയത് റീസെന്റ് ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ കുറച്ച് ഫാമിലി വൈസ് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്താണ് അത് എന്നുള്ളത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പം താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം നമ്മൾ ഇരുന്നതാണ്. നമ്മൾ ഇനി ഇരിക്കും. താങ്ക് യു സോ മച്ച്. പിന്നെ വേറെ ആർക്കാണ് ആഡ് ചെയ്യാനുള്ളത് എന്തെങ്കിലും? പിന്നെ ഇപ്പൊ എനിക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യണം തോന്നി. ഇപ്പം സംസാരിച്ച ഷിനാബായിന്റെ മദർ ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ അവരാ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഉള്ള സമയത്ത് സ്നേഹിക്കാൻ പറ്റിയ അത് മാത്രമേ പറ്റൂട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് സ്നേഹിക്കാന്ന് വിചാരിച്ച് നമ്മൾ നിന്നാല് അതായത് പോയി കഴിഞ്ഞാലാണ് അതിന്റെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണത്. ഞാന് സംഭവം നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അറിയുന്നത്. അപ്പോൾ കേട്ടപ്പോൾ ഞാൻ എന്തോ ആയിപ്പോയി. അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ
കുറച്ച് 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ളെങ്കിൽ പോലും മാനസികമായിട്ട് നമ്മൾ ഹൃദയം കൊണ്ട് അടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പോലെ മനുഷ്യനാണ് ഇയാള് ഷീനാബായി. അപ്പോ എനിക്ക് ഇങ്ങനെ കേട്ടപ്പോ ഞാൻ എന്തൊക്കെയോ ആയിപ്പോയി അപ്പൊ അത് എല്ലാരും ഒന്ന് ഉറപ്പ് വരുത്തുക. വീട്ടിലുള്ള ആൾക്കാരെ ജീവനോടുള്ളപ്പോ സ്നേഹിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ. അപ്പൊ അത് പോയാൽ അത് നമുക്ക് തോന്നും. ഇപ്പൊ ഷീനാബായി പറഞ്ഞല്ലേ, അന്ന് രസം എന്നുള്ളതേ. പക്ഷെ ചില സമയത്ത് നമ്മൾ അറിയാതെ ഉമ്മനോട് ദേഷ്യം പിടിച്ചു പോയി അങ്ങനെ എന്തൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാരാണ് വളരെ ശ്രദ്ധിക്കാട്ടോ. അത് മാപ്പ് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മാപ്പ് ചോദിക്കും. അവർക്ക് ദേഷ്യം ഉണ്ടാവില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം. ഫാദറിനോടായിരിക്കാം, മദറിനോടായിരിക്കാം, മക്കളോടായിരിക്കാം, ഭാര്യനോടായിരിക്കാം, ഭർത്താവിനോടായിരിക്കാം. അപ്പൊ അത് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് ഉറപ്പ് വരുത്തുക. ഏതായാലും താങ്ക് യു ഷിനാബായ്. എല്ലാവരും അതിൽ എത്രത്തോളം അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം എന്ന് പറഞ്ഞാല്, ഇന്ന് ഉച്ചക്ക് ചോറ് തിന്നുമ്പോ ഞാൻ കൂട്ടിയ അച്ചാറ് ഉമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനത്തെ തിങ്സ് ഉണ്ട്, പക്ഷെ നമ്മളെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു സമയമാണ് ഏതൊരു സമയം ഇത് എന്നുള്ളതല്ല, എല്ലാ കാര്യത്തിനും ഇന്ന് എന്താണോ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ കിട്ടുന്നത് എന്താണോ, ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളത് എന്താണോ അതാണ് നമ്മളെ മെയിൻ. അൽഹംദുലില്ലാ അതാണ് ലിവിങ് ഇൻ ദി മൊമെന്റ്, അല്ലെങ്കിൽ ലിവിങ് ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞതിന്റെ പ്രോസസ് അതാണ്. ഏതായാലും താങ്ക് യു ഷിനാബായ്, താങ്ക് യു സോ മച്ച്. അത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? എന്തെങ്കിലും? സമസ്ക, ഖദീജ മാം, ദൗലത്ത് മാം, ഹാന മാം, ഐഷ മാം, സുഹറ മാം, ഐഫോൺ, ജസീല, ഐഷ, ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? അതുപോലെ തന്നെ സാറേ, ഞാൻ സാറ് പറഞ്ഞപ്പോ ജസ്റ്റ് ഓർത്തതാട്ടോ. അപ്പൊ ഒരു കോട്ട് ഇങ്ങനെ കണ്ടിരുന്നു, അമ്മയില്ലാത്ത വീട് വേറൊരു കെട്ടിടാണ് എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ ഇങ്ങനെ ആ സാറെ സംസാരം ഇങ്ങനെ കേട്ടപ്പോ തോന്നിയോ, ഇപ്പൊ ഒന്നും വേണ്ട, ജസ്റ്റ് ഉമ്മ ഒരു 2-3 ദിവസം ഉമ്മാന്റെ വീട്ടിലേക്ക് പോയാൽ തന്നെ മതി. നമ്മളാ വീട് പറ്റാട് ഡൗൺ ആവും. ആകെ ഒരു ഏകാന്തത മൂടായിരിക്കും ആ വീട്. സാറും ഉമ്മ മരിച്ചതൊക്കെ തന്നെ. ഏതായാലും അവർക്ക് പഠിച്ചവൻ പുറത്തു കൊടുക്കട്ടെ. എല്ലാവരും അവരുടെ കബറിന് വേണ്ടിയിട്ടും ആഹിറത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തട്ടോ ഇൻഷാ അല്ലാഹ്. ഏതായാലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്താലോ? ക്ലോസ് ചെയ്യല്ലേ? എന്തായാലും താങ്ക് യു കേട്ടോ, ജോയിൻ ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച കാണാം. നമുക്ക് ഫെസ്റ്റിന്റെ സെഷൻസ് നാളെ ഉണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യാം. ഫെസ്റ്റിൽ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും, ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു.